ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കൊല്ലത്തുനിന്ന് വന്നിട്ട് തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നേരെ ചേച്ചിയുടെ വീട്ടിലാണ് വന്നത്. കിടന്നുറങ്ങി, നന്നായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവരും എണീച്ചപ്പോൾ ലേറ്റായി. അങ്ങനെ ധൃതി പിടിച്ച് ഉച്ചക്കത്തേക്കുള്ള ഓരോ കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കുറച്ച് മാങ്ങ കിട്ടി, നല്ല പഴുത്ത മാങ്ങ. അങ്ങനെ മാങ്ങയൊക്കെ ഞാൻ ചെത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ചേച്ചി ഇങ്ങനെ തകൃതിയായിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പം അതിൻ്റെ വൈകുന്നേരം ആവുന്നതിന് മുന്നേ എല്ലാ പരിപാടികളും ഇവിടുത്തെ എല്ലാം ഒതുക്കി എല്ലാം സെറ്റ് ആവണം എന്നുള്ള ഒരു ധൃതിയിലാണ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുമല്ല, എൻ്റെ പുത്രനെടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് കയറ്റി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ആക്കുകയാണ്. അപ്പം അതിന് ഇടയ്ക്ക് ഞാനും ഏട്ടനും കൂടെ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല ചൂരമീൻ കിട്ടി. അങ്ങനെ ചൂരമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. കുറച്ച് ചക്ക കിട്ടിയിരുന്നു. അപ്പോൾ ആ ചക്കയൊക്കെ വേവിച്ച് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് കരുതി. നെത്തോലി കിട്ടി കേട്ടോ. അപ്പം നമുക്ക് ഈ കടൽ മീനുകളൊന്നും നാട്ടിൽ വരുമ്പോഴല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന അവസരങ്ങളിൽ മാക്സിമം മീൻ കഴിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മീൻ വറുത്തു, നെത്തോലി വറുത്തു, ചൂര കറി വെച്ചു. അങ്ങനെ കുറച്ച് കപ്പയാണ് കിട്ടിയത് കേട്ടോ, ചക്കയല്ല, മാറിപ്പോയി, കപ്പയാണ് കിട്ടിയത്. കപ്പ വേവിച്ച് നമ്മൾ കഴിക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ 2 കുരുന്നുകൾ ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല, ഇത് മറ്റേ മരത്തിൽ കിടക്കുന്നത്. നല്ല സമയത്ത് നിങ്ങൾ പോയതേട്ടാ. അവർക്ക് മനസ്സിലായി കാണത്തില്ല നിങ്ങൾ ഇവിടെ ഉള്ളവരല്ല. അല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ചേറൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കാഞ്ചിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ട് ദോശയും ഒക്കെ കഴിക്കുവാണ്. അവിടെ ദോശ, ചമ്മന്തി, പപ്പടം, പിന്നെ ഒരു മുളക് കറി, പിന്നെ രസവട, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പം ചെറിയ കടയാണല്ലോ, പിന്നെ ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യലാണല്ലോ ഈ ഐറ്റംസൊക്കെ. അങ്ങനെ ഇതൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഇന്ന് ചപ്പാത്തി, ഇത് ദോശയല്ലേ? ദോശയും പപ്പടവും ചമ്മന്തിയും. കൊള്ളാമോ? പല വീഡിയോസിലും ഈ ഐറ്റം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ദോശയും ചമ്മന്തിയും മുളക് കറിയും പപ്പടവും രസവടയും എല്ലാം കൂടെ കൂട്ടി പിടിച്ചങ്ങോട്ട് കഴിക്കുമ്പം ടേസ്റ്റ് വേറെ ലെവൽ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.